നമസ്കാരം. ഫാക്സ് പൈലറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് എത്രത്തോളം ഓഹരി വിപണിയിലെ നിക്ഷേപകരെ ബാധിക്കുമെന്ന് ഒരു ഉദാഹരണത്തിലൂടെ പരിശോധിക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇവിടെ ഉദാഹരണമായി എടുക്കുന്നത് BPCL എന്ന കമ്പനിയുടെ ഓഹരി വാങ്ങി നിക്ഷേപം നടത്തിയ ഒരു വ്യക്തിയുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ്. 25/7/2024 ഓഹരി വിപണി ക്ലോസ് ചെയ്യുന്ന സമയത്ത് BPCL എന്ന ഓഹരിയുടെ വില ഏതാണ്ട് 326 രൂപയാണ്. അന്നേ ദിവസം ഏതാണ്ട് 11 രൂപയ്ക്ക് മേൽ ആ ഓഹരിക്ക് വളർച്ച ഉണ്ടായതായി, അതായത് ഏതാണ്ട് 3.56% വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി 76,022 രൂപയോളം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 304 രൂപ ആവറേജ് ബൈ പ്രൈസിലാണ് ഇദ്ദേഹം 250 ക്വാണ്ടിറ്റി ഓഹരികൾ വാങ്ങിച്ചിരിക്കുന്നത്. വാങ്ങിയ വിലയേക്കാൾ കൂടിയ ഒരു വിലയാണ് ഇപ്പോൾ ഈ ഓഹരിക്ക് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിക്ഷേപം ഏതാണ്ട് 81,537 രൂപയായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിലൂടെ ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് നോക്കുമ്പോൾ അത് 5,515 രൂപയാണെന്ന് കാണാം. ഇതിലെ ഇന്നത്തെ ദിവസം തന്നെ ഏതാണ്ട് 2,800 രൂപയോളം ഈ ഓഹരിയിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഓഹരി വിപണി എന്നാൽ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. റിസ്ക് എടുക്കാൻ പറ്റുന്ന തുക മാത്രമേ എപ്പോഴും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുവാനും പാടുള്ളൂ. അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 5,515 രൂപ ഇദ്ദേഹത്തിന് ലാഭമായിട്ട് ഇപ്പോൾ ഉണ്ട്. അദ്ദേഹം ആ ലാഭത്തെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് വേണമെങ്കിലും എടുക്കാം, 5 വർഷം കഴിഞ്ഞും എടുക്കാം. അന്നേരം ഏതാണ്ട് 10-15 ദിവസങ്ങൾക്കുള്ളിലാണ് ഈ 5,515 രൂപ ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. ആ സ്ഥിതിക്ക് ഇപ്പോൾ അദ്ദേഹം ലാഭം എടുക്കുകയാണെങ്കിൽ ഈ 5,515 രൂപയ്ക്ക് മേൽ ഷോർട്ട് ടൈമിലുള്ള നികുതിയായ 20% കൊടുക്കേണ്ടി വരും. ലോങ് ടൈമിൽ 12.5% ഉള്ളൂ. പക്ഷെ അത് ഒരു വർഷം കഴിഞ്ഞാണെങ്കിൽ മാത്രം 12%. ഇതിപ്പോൾ നമ്മൾ ഷോർട്ട് ടൈമിൽ ഇത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരുമെന്ന് നോക്കാം. 5,515 രൂപയ്ക്ക് 20% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1,100 രൂപയോളം നികുതി ഇനത്തിൽ കൊടുക്കണം. മുൻപായിരുന്നെങ്കിൽ അത് 15% ഉള്ളായിരുന്നു. അതാണ്ട് 825 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴത് കൂട്ടിയത് കാരണം 1,100 രൂപ കൊടുക്കേണ്ടി വരും. ഇത് കൂടാതെ നമ്മൾ ഈ ഓഹരിയുടെ വിപണനത്തിലൂടെ, അതായത് ക്രയവിക്രയം ചെയ്യുമ്പോഴുണ്ടാകുന്ന ചാർജുകളും ടാക്സുകളും എല്ലായിട്ട് ഏതാണ്ട് ഒരു 150 രൂപയോളം ചെലവാക്കേണ്ടതായിട്ടും ഉണ്ട്. ബ്രോക്കർ ചാർജും എല്ലാം ഉണ്ട് അതിൽ. അതും കൂടെ കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് 1,250 രൂപ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതെല്ലാം കഴിച്ച് 4,250 രൂപയോളം ലാഭം കിട്ടും. ഒരർത്ഥത്തിൽ ഇത് നമ്മൾ നികുതിയായി അടയ്ക്കുന്നത് വലിയൊരു തുകയാണ്. ഇപ്പോൾ 5% കൂടെ കൂട്ടിയ ഇനത്തിൽ ഏതാണ്ട് 250 രൂപയ്ക്ക് മേലെ നമ്മൾ അധികമായിട്ട് നികുതി അടയ്ക്കേണ്ടി വരും. എന്നിരുന്നാലും 76,000 രൂപയോളം നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് 4,250 രൂപയോളം പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നു. ഒപ്പം ഈ എമൗണ്ടിനെ വീണ്ടും നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ ഓഹരി വിപണിയിൽ തന്നെയോ അല്ലെങ്കിൽ വേറെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടോ എവിടെയാണ് വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. ഈ മുതൽ ഉൾപ്പെടെ 81,537 രൂപയെ നമുക്ക് മറ്റു നിക്ഷേപങ്ങളിലേക്ക് മാറ്റുവാനും സാധിക്കും. ഇത്രയും പെട്ടെന്ന് നിക്ഷേപങ്ങളെ മാറ്റുവാൻ പറ്റുന്ന വേറൊരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതായത് ഓഹരി വിപണിയിലുള്ള ലിക്വിഡിറ്റി മറ്റ് നിക്ഷേപ മാർഗങ്ങളിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെങ്കിൽ ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞ് നമുക്ക് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓഹരി വിപണിയിൽ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 4,250 രൂപ പ്രോഫിറ്റ് എല്ലാ ചെലവും കഴിച്ച് എടുക്കാം. വീണ്ടും അതിനെ റീഇൻവെസ്റ്റ് ചെയ്യാം. ആ സാധ്യതകൾ ഓർത്തുകൊണ്ട് ഈ നികുതി വർധനവ് മൂലം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ മറക്കാം എന്നല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. കാരണം സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നികുതിദായകരും പൗരന്മാരും എന്ന രീതിയിൽ അത് അനുസരിക്കാനേ മാർഗമുള്ളൂ. ഇനി ഒരു സമയം സർക്കാരിന് നല്ല ബുദ്ധി തോന്നി വീണ്ടും അത് കുറയ്ക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇത്തരം ഒരു സംവിധാനത്തിൽ പണമിടപാടുകൾ നടത്താനുള്ള ഒരു സാഹചര്യം ഈ സർക്കാരുകൾ കാരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മിക്ക രാജ്യങ്ങളിലും ഇന്നും ഗൾഫ് ഉൾപ്പെടെ ഉള്ള പല രാജ്യങ്ങളിലും നമുക്ക് ഓഹരി നിക്ഷേപം നടത്തുവാനുള്ള ഒരു അവസരവും കിട്ടാറില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അവരവരുടേതായ രീതിയിൽ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുക അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലേക്ക് തിരിയുക എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയുവാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.